ഇന്ന് ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഒരുപാട് ഓർമ്മകൾ ഇറക്കുന്ന ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഇതാണ് മുള്ളംകൊല്ലിപ്പള്ളി, വയനാട് പുൽപ്പള്ളിയിലെ മുള്ളംകൊല്ലിപ്പള്ളി. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ കൊടിമരം ഞങ്ങളുടെ അച്ഛൻ്റെ സഹോദരൻ സ്പോൺസർ ചെയ്തതാണ്. പിന്നെ ഈ പള്ളിമുറ്റത്തോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ പള്ളി. ഇതാണ് പള്ളീൻ്റെ മുറ്റത്ത് ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാണാം. ഈ സ്കൂൾ മുന്നേ ഒരു വീടായിരുന്നേ. ആ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞാനും ഞങ്ങളുടെ കുടുംബവും അച്ഛൻ്റെ ചേട്ടൻ്റെ കുടുംബവും ഞങ്ങൾ ഒന്നിച്ച് ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളിയും പള്ളിമുറ്റവും പള്ളി പരിസരമൊക്കെ ഞങ്ങളുടെ സ്വന്തം പോലെ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ നൊസ്റ്റു അടിച്ച് പുൽപ്പള്ളിയിൽ വന്നപ്പോൾ ഒന്ന് കയറിയിട്ട് പോയതാണ്. ഞങ്ങളുടെ കുടുംബമാണിത്. ഈ മുറ്റത്തെല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ വൈകുന്നേരങ്ങളിൽ കളിച്ചിരുന്നതും ഫുൾ ടൈം ഇവിടെ ആയിരുന്നു എന്ന് വേണേൽ പറയാം. രാവിലെ കുർബാന കൂടും, വൈകുന്നേരം വെറുതെ പള്ളിയിൽ വന്നിരിക്കും, തിരി കത്തിക്കും. റോസാപ്പൂ, ഇഷ്ടംപോലെ റോസാപ്പൂ ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് തിരിയെല്ലാം കത്തിച്ചേ. പണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ മാത്രം ഇങ്ങനെ കസേരയൊന്നും ഉണ്ടായിരുന്നില്ല, നിലത്തിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അതിൻ്റെ മുൾഭാഗം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ കല്ലുകൊണ്ടുള്ള പള്ളിയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു ഫീൽ തരുന്ന പള്ളിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. ഓർമ്മകളെ കൈവിറക്കി കുറച്ച് നേരം അതിലേക്ക് നടന്നു. ഓരോ മുക്കും മൂലയും ഞങ്ങൾക്ക് ഓരോരോ ഓർമ്മകളാണ്. കാരണം അത്രയും കുട്ടിക്കാലത്ത് അത്രമാത്രം ഓടിക്കടിച്ച് കിടന്ന ഒരു സ്ഥലമാണ്. കുറച്ച് നേരം അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഓർമ്മിച്ച് സംസാരിച്ച് ഞങ്ങൾ മുള്ളംകൊല്ലിയോട് ബൈ ബൈ പറയാണ്. ബൈ ബൈ പറയാമെന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് കേട്ടോ. വീണ്ടും പുൽപ്പള്ളി എപ്പോഴേലും വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ കയറാറുണ്ട്. കാരണം അത്രയും മാത്രം ആത്മബന്ധമുണ്ട് ആ പള്ളിയുമായിട്ട്. തിരിച്ച് ആശ്രമം ജംഗ്ഷനിലെത്തി. അവിടെ നിന്നൊരു ചായ കുടിച്ചു, ചായയും പരിപ്പൊടി കഴിച്ചു. പിന്നെ വീട്ടിലെത്തി ഫസ്റ്റ് നോക്കിയത് ചെടികളാണ്, വാടിയിട്ടുണ്ടോ എല്ലാം അവിടെ തന്നെ ഉണ്ടോ നോക്കിയ ശേഷമാണ് അകത്തോട്ട് കയറിയത്. എങ്കിലേ സമാധാനമാവുള്ളൂ. എല്ലാം ഓക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കരുതേ. ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്